എണീക്കാൻ ഇത്തിരി വൈകിയോണ്ട് തന്നെ കോഴിക്കളെല്ലാം കൂടിയിട്ട് കോഴിക്കൂട്ടിൽ നല്ല പൂരപ്പാട്ടായിരുന്നു. നേരെ പോയി അവരെ തുറന്നു വിട്ടതിന് ശേഷമാണ് അടുക്കളയിൽ കയറിയതും മുറ്റടിച്ചതൊക്കെ. അത് കഴിഞ്ഞ് കറണ്ട് പോകുന്നു കേട്ടപ്പോൾ വേഗം അലക്കാനുള്ളതൊക്കെ അകത്തേക്ക് കയറിയപ്പോൾ റിച്ചും അതിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൂസും റിച്ചും ഒക്കെ കുറേ നേരം കളിച്ച് ഉമ്മാക്കിന്ന് കാലിൻ്റെ വിരൽ പൊട്ടിയത് മാറ്റി കെട്ടാൻ പോകേണ്ട ദിവസമായിരുന്നു. നടക്കരുത് എന്ന് പറഞ്ഞ ആളാണ്. വണ്ടി ഇങ്ങോട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ ക്ഷമല്ലാതെ അങ്ങോട്ട് ഗേറ്റിൻ്റെ അവിടേക്ക് പോകണം കേട്ടോ. പൂമോളെ ചായയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് അപ്പൂസിനെ കൊണ്ടുപോയതായിരുന്നു. പിന്നെ അവരെ കൂടെ വന്ന് അവനെ ഞാൻ കുളിപ്പിച്ചുറക്കിയിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ റെഡിയാക്കിയത് കേട്ടോ. ഉമ്മ പോയപ്പോൾ ഞാൻ ചോറും കൂട്ടാനും പിന്നെ കറിയൊക്കെ സെറ്റ്. പോരുന്ന വഴിയിൽ നിന്ന് ഇക്കാക്ക് അനിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇക്കാക്ക് എനിക്ക് തേമിട്ടായൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടാണ് അവർ പോകുന്നത്. പൂമോക്ക് ചെറിയ ജീരകം വേണം പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ വലിയ ജീരകം വേണ്ടിയിരുന്നു. ഞങ്ങളൊരു ബാർട്ടർ സിസ്റ്റത്തിൽ കഴിയുന്നതാണ് കേട്ടോ. ഉമ്മ ഫുള്ള് റെസ്റ്റാണ്. ഉമ്മ വന്നപ്പോൾ ചെറിയപ്പൊക്കെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനത് ഉപ്പേരി ഉണ്ടായതുകൊണ്ട് തന്നെ പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴുകിയെടുത്തിട്ട് വേഗം മസാലയൊക്കെ ചേർത്ത് അവിടെ വെച്ചുട്ടോ. പിന്നെ അകത്തുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തിട്ടാണ് ഞാനത് ഫ്രൈ ചെയ്തെടുത്തത്. എനിക്ക് സത്യത്തിൽ ചിക്കന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കറി ആക്കിയിട്ട് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അത് ഞാൻ കഴിക്കൂല കേട്ടോ. ഇതാ ഇവിടെ ബീട്രൂട്ട് ഉപ്പേരി നല്ല തൈരൊക്കെ പറന്ന് വെച്ചിട്ടുണ്ട്. ലഞ്ചൊക്കെ റെഡി ആയപ്പോൾ ഞാൻ അകം തുടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈവനിങ്ങിലാണ് കുളിച്ചത് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പൂസിന് എപ്പത്തെയും പോലെ സോണിൻ്റെ വീട്ടിൽ പോകണം. അവിടെ പോയപ്പോൾ ഞങ്ങളൊക്കെ അവിടെയാണ് പറഞ്ഞപ്പോൾ അതിനും ജോജും റിച്ചൊക്കെ അങ്ങോട്ട് വന്നിട്ടോ. അവിടെ വന്നാൽ പിന്നെ ഓട്ടം തന്നെ ആയിരിക്കും രണ്ടാൾക്കും കേട്ടോ. മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോഴാണ് അവർ തിരിച്ചു പോയത്. ഞാൻ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് രാവിലെ അലക്കിയതൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. കിടക്കാൻ നേരം ബെഡൊക്കെ നിലത്ത് വിരിച്ച് കിടന്നപ്പോഴേക്ക് പൂമോള് വന്നിട്ടുണ്ടായിരുന്നു. കുറേ സമയം അപ്പൂസും പൂമോളും കളിച്ചിട്ടാണ് പിന്നെ അപ്പൂസ് ഉറങ്ങിയത്. അവൻ്റെ നഖം വെട്ടാൻ വൈകിയിട്ടുണ്ട് കേട്ടോ. ഉണർന്നിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വെട്ടലുണ്ട്. പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങിയപ്പോൾ വെട്ടിക്കൊടുത്തതാണ്. അപ്പം അൽഹംദുലില്ലാ നല്ലൊരു ദിവസത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. ഇൻഷാ അല്ലാ നാളെ വീണ്ടും കാണാം.